നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിപ്പാണല്ലോ. പല താരങ്ങളും കൂട് വിട്ട് കൂട് മാറുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നു പോർച്ചുഗീസ് ദേശീയ ടീമിലെ താരങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ താരങ്ങൾ ആരൊക്കെയാണ്. 10 താരങ്ങൾ നമ്മൾ നോക്കുകയാണ്. 10ാം സ്ഥാനത്തുള്ളത് ജിയോവാനി ക്യുവൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ മൂല്യം ട്രാൻസ്ഫർ മാർക്കറ്റ് കണക്കാക്കിയിരിക്കുന്നത് 42 മില്യൺ യൂറോയാണ്. 9ാം സ്ഥാനത്താണ് മാത്യൂസ് ഫെർണാണ്ടസ് ഉള്ളത്, 50 മില്യൺ യൂറോ. 8ാമത് മാത്യൂസ് ന്യൂനസ്, 50 മില്യൺ യൂറോ. 7ാമത് ഗോൺസാലോ റാമോസ്, ആളിപ്പോൾ AC മിലാനിലേക്ക് ജോയിൻ ചെയ്തു, 50 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം. 6ാമത് റാഫേൽ ലിയാവോ, 50 മില്യൺ യൂറോ. ഇത് നോക്കണം, 5ാം സ്ഥാനത്ത് റൂബൻ ഡയസ് ആണ്. റൂബൻ ഡയസിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 55 മില്യൺ യൂറോയാണ്. 4ാം സ്ഥാനത്തോ പെഡ്രോ നെറ്റോയാണ്, 60 മില്യൺ യൂറോ. 3ാം സ്ഥാനത്താണെങ്കിൽ ന്യൂനോ മെൻഡസ് ആണ്, 80 മില്യൺ യൂറോ. 2ാമത് ജാവോ നവസ്, 140 മില്യൺ യൂറോ. 1ാമത് വിറ്റീഞ്ഞ, 140 മില്യൺ യൂറോ. വളരെ കൃത്യമാണ്. പോർച്ചുഗലിൻ്റെ ഭാവി ഈ താരങ്ങളിലാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തുകൊണ്ട് ഈ ലിസ്റ്റിലില്ല എന്ന ചോദ്യം ചിലർ ചോദിക്കാം. 41കാരനായിട്ടുള്ള താരത്തിൻ്റെ മൂല്യം സ്വാഭാവികമായിട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു താരം ട്രാൻസ്ഫർ ആകുമ്പോൾ എന്ത് മൂല്യം ലഭിക്കും എന്നതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു കാൽക്കുലേഷൻ, ഒരു ഇൻഡെക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ പോർച്ചുഗീസ് താരങ്ങളിൽ ഏറ്റവും മൂല്യമുള്ള താരങ്ങൾ, 10 മോസ്റ്റ് വാല്യുബിൾ പോർച്ചുഗീസ് പ്ലേയേഴ്സ്: 1 വിറ്റീഞ്ഞ, 2 ജാവോ നവസ്, 3 ന്യൂനോ മെൻഡസ്, 4 പെഡ്രോ നെറ്റോ, 5 റൂബൻ ഡയസ്, 6 റാഫേൽ ലിയാവോ, 7 ഗോൺസാലോ റാമോസ്, 8 മാത്യൂസ് ന്യൂനസ്, 9 മാത്യൂസ് ഫെർണാണ്ടസ്, 10 ജിയോവാനി ക്യുവൻ്റ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.